ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഓട്ടോയ്ക്ക് കൈ കാണിക്കാട്ടോ. ഈ സമയം അങ്ങോട്ട് വരുന്നത് രാധയുടെ ഓട്ടോയാണ്. രാധയെ കാണുമ്പോൾ തന്നെ അതിൽ കയറുന്നില്ല. നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ രാധ ഒന്നുകൂടെ മുന്നിലേക്ക് വണ്ടി വന്ന് നിർത്തിയിട്ട് വയ്ക്കും. എന്താ കയറുന്നില്ലേ? നീ പോയിക്കോ, ഞാൻ വേറെ ഓട്ടോ വിളിച്ചോളാം. അപ്പൊ രാധയ്ക്കും ഞാൻ ഈ യൂണിഫോം ഇട്ട് വണ്ടി ഓടിക്കുന്നത് എന്താ ആളെ കയറ്റാനല്ലേ? നോക്ക്, ഞാനും നീയും തമ്മിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഓട്ടോയിൽ കയറിയാൽ നീ ഓട്ടോക്കാരിയും ഞാൻ ഓട്ടോ ഡ്രൈവറും മാത്രമാണ്. വേദവറിയും താങ്ക്സ്, ഏതായാലും ഇപ്പൊ കയറുന്നില്ല, നീ പൊക്കോ. രാധവറിയും അത് ശരി, വിളിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ടാണോ നീ കൈ കാണിച്ച് വണ്ടി നിർത്തിയത്? വേദവറിയും പോവാൻ തന്നെയാ കൈ കാണിച്ചത്. പക്ഷേ അപ്പൊ ഇത് നിന്റെ ഓട്ടോ ആണെന്ന് അറിയില്ലായിരുന്നോ? രാധവറിയും ഓട്ടോ ആരുടെ ആയാലും എന്താ, നിനക്ക് പോകേണ്ടടുത്ത് പോയാ പോരെ, നോക്കി നിൽക്കാതെ കയറാൻ നോക്ക്. അതെ, ഞാൻ നിന്നെ കൊന്നു കളയാനൊന്നും പോകുന്നില്ല. വേദവറിയും എനിക്ക് നിന്റെ ഓട്ടോയിൽ കയറാൻ താല്പര്യമില്ല, പോരെ. രാധയ്ക്കും അത് എന്തുകൊണ്ടാണെന്നാ എന്റെ ചോദ്യം. അപ്പോഴും വേദ കയറാണ്ട് നിൽക്കുമ്പോ രാധ ഓട്ടോന്ന് ഇറങ്ങാ. ദേ, ഈ ഓട്ടോ കയറിയിട്ടാണ് മേഡം വിക്രത്തിന്റെ വീട്ടിലേക്ക് കയറിയതെന്ന് മറക്കണ്ട. അന്നത്തോടെ എന്റെ ഗതി അതോ ഗതിയായി. അതൊക്കെ പോട്ടെ, ഇപ്പൊ വന്ന് കയറാൻ നോക്ക്. വേദ പറയും എനിക്ക് സൗകര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്താ പോകുന്ന സ്ഥലം ഞാൻ അറിയാൻ പാടില്ലാത്തതാണോ? വേദ പറയും അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റൊരു ഓട്ടോ വരുമ്പോ അതിന് കൈ കാണിച്ച് വേദ അതിൽ കയറി പോവാണേ. അതിലെന്തോ വശപ്പശകുണ്ടല്ലോ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധ ആ ഓട്ടോയുടെ പിന്നാലെ തന്നെ ഇവരുടെ ഓട്ടോ വിടാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അവിടെ ഇങ്ങനെ സജീവിനെയും ജോസഫിനെയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവർ വന്ന് അവരുടെ കയ്യിലുള്ള ആ മരുന്നിന്റെ സാമ്പിൾ നോക്കുകയാണേ. ഇത് കഴിഞ്ഞാൽ ജോസഫ് പറയും നടക്കുന്നത് നിസാര തട്ടിപ്പല്ലോ വിക്രം. സജീവും പറയും അതെ, ശ്രീനിസാർ പറഞ്ഞത് ശരിയാണ്, ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. രാജേട്ടൻ പറയും നമുക്ക് പോലീസിൽ പരാതിപ്പെട്ടാലോ? വിക്രം പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല, ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് കേസ് ഒതുക്കാനാണോ പാട്? ജോസഫ് പറയും എടാ, ഇവിടെ നമുക്ക് കോടതി ഉണ്ടല്ലോ. വിക്രം പറയും കേസും കോടതിയൊക്കെ ആവാം, പക്ഷേ അതിനു മുമ്പ് ഇത് പെട്ടെന്ന് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം അത് സൃഷ്ടിക്കണം, അതാണ് ആവശ്യം. ജോസഫ് പറയും ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി. സജീവ് പറയും അതെ, എന്തൊക്കെ പേരിലാണ് ഈ മരുന്നുകളെന്ന് അറിയാം. പാരസെറ്റമോൾ ചോദിക്കുമ്പോ വേറെ ഏതെങ്കിലും മരുന്ന് എടുത്തിരുന്നത്, ഇതേതാ ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോ പുതിയതാണെന്ന് പറയും. വിക്രം പറയും അതെ, ഏതെങ്കിലും നിലവിലുള്ള ബ്രാൻഡിന്റെ പേരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ മാറ്റം കൊണ്ടുവരും. രാജേട്ടൻ ചോദിക്കും ഇപ്പൊ എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? വിക്രം പറയും ജോസഫ് അയാളുടെ പ്രധാനപ്പെട്ട ഹോൾസെയിൽ കട കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫ് പറയും ആശുപത്രി ജംഗ്ഷനിൽ തന്നെയാണ്. ഓണറുടെ പേരും നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു സത്യചന്ദ്രൻ, നമ്പർ നിനക്ക് ഞാൻ അയക്കാം. അത് കേൾക്കുന്ന രാജേട്ടൻ ചിരിക്കുക. നല്ല പേര്. ജോസഫ് പറയും അതെ, സത്യചന്ദ്രൻ എന്ന് പറഞ്ഞ് 4 കൂടെ അവിടെ നിന്ന് ചിരിക്കുകയാണ്. വിക്രം പറയും എല്ലാ ദിവസവും പലതരം മരുന്നുമായിട്ട് അയാൾ അവിടെ വരും അത്രേ, നമുക്ക് നോക്കാം, വാ വാടാ എന്ന് പറഞ്ഞ് അവര് 4 കൂടെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇയാൾ വരുന്നതും കാത്തു നിൽക്കാണ് അവിടെ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു വാൻ അങ്ങോട്ട് വരികയാണേ. അതിൽ നിറയെ മെഡിസിനാണ്. ഇയാളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ കടയിലെ ഒരു സ്റ്റാഫ് വന്ന് അതൊന്നും മെഡിസിൻ എടുക്കും. രാജേട്ടൻ അടുത്ത് വന്നിട്ട് വയ്ക്കും എന്താടാ മോനെ മരുന്ന? പാരസെറ്റമോൾ സർ എന്ന് പറഞ്ഞ അവിടെയുള്ള ആളെ ആ മരുന്ന് എടുത്തോണ്ട് പോവാണേ. രാജേട്ടൻ ആ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിക്രമിനോട് തലയാട്ടി കാണിക്കുകയാണ്. ശേഷം ആ വാൻ അവിടെ നിന്ന് പോകുമ്പോ ആ വാനിന്റെ പിന്നാലെ തന്നെ ഇവരും പോവാണ്. റോട്ടിന്ന് ഒരു ഉൾസ്ഥലത്തേക്കാണ് ഈ താമസ സ്ഥലം ഉള്ളത്. ജോസഫിന്റെ കയ്യില് ഒരു ബോട്ടില് പെട്രോൾ ഉണ്ട്. അപ്പൊ ഇതാണ് അവന്റെ മരുന്ന് സംഘടിപ്പിക്കുന്ന സ്ഥലം അല്ലേ? അതെ എന്ന് രാജേട്ടനും ജോസഫും എല്ലാവരും തലയാട്ടണേ. ഈ സമയം വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. ഹലോ, സത്യേട്ടനല്ലേ? എന്ത് സത്യചന്ദ്രൻ സാറല്ലേന്ന്? അപ്പൊ അയാൾ പറയും എന്തേ, നിങ്ങളാരാ? വിക്രം പറയും എന്റെ പേര് വിൻസെന്റ്, നമ്മൾ ആദ്യമായിട്ട് വിളിക്കാണേ. അപ്പൊ സത്യചന്ദ്രൻ ചോദിക്കും എന്താ കാര്യം? കച്ചവടാണേ. എന്ത്? അതെ, മരുന്നിന്റെ കച്ചവടത്തിനാണെന്ന്. നമ്മുടെ തൃശ്ശൂരിലെ ചീരാച്ചി വളപ്പിലെ അടുത്ത ആ റൗണ്ടിന്ന് കുറുപ്പും തോട്ടിലേക്ക് ഇറങ്ങുന്നിടത്ത് അവിടുന്ന് ഒരു ജോസേട്ടനാ നമ്പർ തന്നത്. ഏത് ജോസേട്ടൻ? തിരുവനന്തപുരത്ത് മെഡിക്കൽ ഷോപ്പിന്റെ അടുത്തുള്ള ആ ജോസേട്ടനാണേ നിങ്ങളുടെ നമ്പർ തന്നത്. അയാൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? വിക്രം പറയും മരുന്നിനാണെന്നേ, കുറച്ച് സിറപ്പും ഗുളികയും ഒക്കെ വേണം. നേരിട്ട് കടയിലേക്ക് വന്നാൽ മതി. എന്തിനപ്പ കടയിലേക്ക് വരുന്നത്? നേരിട്ട് ഗോഡൌണിലേക്ക് തന്നെ വരാന്നേ. അപ്പൊ പിന്നെ കയ്യോടെ തന്നെ കൊണ്ടുപോകാലോ. അത് കേൾക്കുമ്പോ അയാളൊന്ന് പേടിക്കും. ഗോഡൌണോ? ഏത് ഗോഡൌൺ? നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം തന്നെ, വെപ്രാളം കാണിക്കാതെ അവിടെ നിൽക്ക്, ഞാനിതാ എത്തി എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. അപ്പോഴേക്കും ഇയാൾക്ക് എന്തോ പന്തികേട് തോന്നിട്ട് രാജപ്പാ എന്നൊക്കെ ഇങ്ങനെ അവിടെയുള്ള ആൾക്കാരെ വിളിക്കണേ. അങ്ങനെ ഗുണ്ടകൾ അവിടെ ചുറ്റും നിൽക്കുമ്പോ അയാൾ പറയും ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, തൽക്കാലം പണി നിർത്തി ഗോഡൌൺ പൂട്ടി നിങ്ങൾ പുറത്തിറങ്ങിക്കോ. അവൻ വരികയാണെങ്കിൽ വരട്ടെ, കാര്യം എന്താണെന്ന് നേരിട്ട് അറിഞ്ഞിട്ട് അകത്ത് കയറ്റിയാൽ മതി. ശരി സാർ എന്ന് പറഞ്ഞ് അവർ അതിനായി തയ്യാറെടുത്ത് നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം വേദ അവിടെ
മറ്റൊരു ഓട്ടോയില് ശ്രീനി സാറെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് അകത്തേക്ക് പോവാണേ. ഈ സമയം പിന്നാലെ വരുന്ന രാധ ഇത് കാണും. ശ്രീനി സാറിന്റെ വീട്ടിലേക്കാണല്ലോ ഇവള് പോയത്, പോയി നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കണേ. ഇതേ സമയം വിക്രമും രാജേട്ടനും അവരെ ആ ടീം എല്ലാവരും കൂടെ ഈ ഗോഡൌണിലേക്ക് പോവാ. അങ്ങനെ ഇയാളെ ഗുണ്ടകളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും വിക്രം കഥക് തുറന്നു വരുന്നത്. സത്യേട്ടൻ എന്താ ഈ അന്തം വിട്ട് നിൽക്കണത്? ഞാൻ ഗുളിക വാങ്ങിക്കാൻ വന്നു എന്നല്ലേ ഉള്ളൂ. ഇവിടെ ഉള്ളതെല്ലാം ഡേറ്റ് കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ കാശ് കുറയ്ക്കേണ്ടി വരും, അതല്ലേ അതിന്റെ ഒരു മര്യാദ. ആരടാ നീ? എന്തിനാടാ നീ വന്നേ? വിക്രം ചിരിച്ചിട്ട് പറയും, പറഞ്ഞില്ലേ മരുന്നിന്റെ കാര്യം. പക്ഷേ വാങ്ങാനല്ലട്ടാ, നിനക്ക് അങ്ങോട്ട് തരാനാ. നീ കുറെ കാലമായിട്ട് പാവങ്ങളെ തട്ടിച്ചുണ്ടാക്കിയ പൈസ അല്ലേ, ഇടയ്ക്കൊന്നും തടവി കൊടുത്തിട്ടില്ലെങ്കിൽ കുണം പിടിക്കില്ല. അതാ അതിലെ അയാൾ പറയും, അവിടെയുള്ള രാജപ്പാ എന്നൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട് തല്ലടാ എന്ന് പറയുമ്പോഴേക്കും വിക്രം ആ ചുമരിൽ കയറി പിടിച്ചിട്ട് ഇവന്മാർ കിട്ടാതെ തന്നെ നല്ലൊരു ചവിട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ നന്നായി കിട്ടുമ്പോ അവന്മാരെല്ലാം ഓടുകയാണേ. സത്യചന്ദ്രൻ മാത്രം അവിടെ ഇരിക്കുക. അയാളെ വിക്രം അവിടെ പിടിച്ചിരുത്തിയതാണ്. വിക്രം ചോദിക്കും, മരുന്ന് വാങ്ങിക്കാൻ വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെയാണോ സത്യചന്ദ്ര പെരുമാറുന്നത്? വിക്രം ചുറ്റിലും നോക്കിയിട്ട് പറയും, ലോഡ് കുറവാണല്ലോ എന്ന്. ബാക്കിയൊക്കെ വിതരണം കഴിഞ്ഞു കാണും അല്ലേ, നാളെ തന്നെ എല്ലാം കടയിൽ നിന്ന് ഒഴിച്ചോടണം കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ മരുന്നിന്റെ അടുത്തേക്ക് പോയിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കും. ശേഷം ജോസഫിന്റെ കയ്യിൽ പെട്രോൾ ടിൻ ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് ആ പെട്രോൾ എല്ലാം അതിന്റെ മുകളിലേക്ക് ഒഴിക്കണേ. എന്നിട്ട് രാജേട്ടന്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങിച്ച് അതൊരുതി അവിടെയുള്ള എല്ലാ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും തീയിട്ട് കത്തിക്കാണ് വിക്രം. അയാളിങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ കത്തിച്ചാരോ വെക്കാണ്. വിക്രമിനെ എതിർക്കാൻ അയാൾക്കായില്ല. അങ്ങനെ ജോസഫും കൂട്ടുകാരും അവിടെ നിന്ന് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അവിടെ ശ്രീനി സാറെ വീട്ടിലേക്ക് കയറാണ്. അവിടെ ആരുമില്ല, അതുകൊണ്ട് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. രാധ ഇങ്ങനെ ഇതൊക്കെ നോക്കി പുറത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാറ് വരുമ്പോൾ രാധ ഇങ്ങനെ സൈഡ് മാറ്റും. അങ്ങനെ കാറിന്ന് ഇറങ്ങി വരുന്നത് സുധേനെ. വേദ എന്താ ഇവിടെ? ഞാൻ ശ്രീനി സാറെ ഒന്ന് കാണാൻ വന്നതാ. സുധ പറയും, ശ്രീനേട്ടൻ അകത്തുണ്ടല്ലോ, വിളിച്ചില്ലേ? ബെല്ലടിച്ചു. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു കുളിക്കാണ്, വെയിറ്റ് ചെയ്യാൻ. എന്നിട്ട് അയാളെവിടെ? അയാള് പുറത്തേക്ക് പോയി. കുട്ടിയെ പുറത്ത് നിർത്തിയിട്ടോ, നല്ല കാര്യായി, വാ അത്തേക്ക് വാ എന്ന് പറഞ്ഞ അത്തേക്ക് വിളിച്ചോണ്ട് പോവാണേ. ഇതെല്ലാം രാധ കാണുന്നുണ്ട്. രാധ പിന്നാലെ ചെല്ലണേ. പുറത്ത് ഇവര് കാണാതെ നിൽക്കും. അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ ശ്രീനേട്ടൻ അങ്ങോട്ട് വരികയാണേ. ശ്രീനേട്ടൻ എത്തിയല്ലോ. ശ്രീനി സാർ പറയും, വേദ അല്പസമയം വെയിറ്റ് ചെയ്തല്ലേ? അത് സാരില്ല സാർ, എന്തായാലും കാണാൻ കഴിഞ്ഞല്ലോ. അയ്യോ, ഞാനങ്ങനെ കാണാൻ കിട്ടാത്ത ആളൊന്നുമല്ല കേട്ടോ, ഏത് നേരത്തും ആർക്കും ഇവിടെ വരാം. അയ്യോ എനിക്ക് വേണ്ട എന്ന് വേദ പറയുമ്പോ ശ്രീനി സാർ പറയും, അയ്യോ എനിക്ക് വേണം. അപ്പൊ വേദയ്ക്ക് ഒന്നാവാം, നീ എടുക്കാന്ന് പറഞ്ഞ് സുധ അവിടുന്ന് പോവും. വാ എന്ന് പറഞ്ഞ് വേദയെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. രാധ ഇങ്ങനെ എല്ലാം പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. മോളിരിക്കി. വിക്രത്തോടെ വേദയെ കൂട്ടി ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്, അത് നടക്കത്തില്ല. പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോ വേദ വരാറുണ്ടല്ലോ. പറയൂ, ഇന്നെന്താ പ്രശ്നം? വിക്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനാണോ? വേദ പറയും, വിക്രവുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും പറയാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ട് വന്നതാ. വേദ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു വന്നതുപോലെ ഉണ്ടല്ലോ. വേദ പറയും, തീരുമാനിക്കേണ്ടത് ഞാനല്ല സർ, നിങ്ങളാണ്. ഞാൻ അവസാനമായി നിങ്ങളെ കണ്ട് അപേക്ഷിക്കാൻ വന്നതാ. അപേക്ഷിക്കോ? എന്നോടോ? അതെ സർ, വിക്രം എടുക്കനാണെന്ന് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ശ്രീനി സാർ പറയും, വേദ ഈ പറയുന്നത് കേൾക്കുമ്പോ രാധയ്ക്ക് പുച്ഛം തോന്നാ. വേദ പറയും, അങ്ങനെ ഒരാൾ നേരായ രീതിയിൽ നല്ല ജോലിയില് നല്ല ശമ്പളം വാങ്ങിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് നല്ലതല്ലേന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ശ്രീനി സാർ പറയും, എന്താ സംശയം? അതൊരു നല്ല കാര്യമല്ലേ? വേദ പറയും, അതിനാദ്യം നിങ്ങൾ വിക്രമിനെ ഫ്രീ ആക്കണം. ഇപ്പൊ ഒന്ന് കഴിഞ്ഞാ ഓരോന്നായിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുന്നത് നിങ്ങൾ കാരണമാണ്. ഇത് കേൾക്കുന്ന ചായ കൊണ്ടുവരുന്ന സുധയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഞെട്ടിപ്പോയി അവിടെ നിൽക്കാണേ. ശ്രീനി സാർ അത് കാണുമ്പോ വേദയ്ക്ക് കൊടുക്ക് സുധ. അങ്ങനെ രണ്ടുപേർക്കും കൊടുത്ത് സുധ അവിടെ തന്നെ നിൽക്കും. ശ്രീനി സാർ ചോദിക്കും, മോൾക്ക് ഈ കാര്യം വിക്രമിനോട് നേരിട്ട് പറയായിരുന്നില്ലേ? വേദ പറയും, അതുകൊണ്ട് ഉപകാരമില്ലെന്ന് ആദ്യം അറിയുന്നത് നിങ്ങൾക്കല്ലേ സാർ. മറ്റാരുടെ കാര്യമാണെങ്കിലും വിക്രമിനെ പറഞ്ഞു തിരുത്താം, ഉപദേശിക്കാം. പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോ വിക്രം ആരെയും അനുസരിക്കില്ലെന്ന് നിങ്ങൾക്കല്ലേ ഏറ്റവും നന്നായി അറിയാവുന്നത്. ആ ബന്ധം നിങ്ങൾ തന്നെ അവസാനിപ്പിക്കണം ശ്രീനി സാർ. ഇത് കേൾക്കുമ്പോ ശ്രീനി സാറിന് ചിരിയാ വരുന്നത്. ഇത് കേൾക്കുന്ന സുധയും രാധയും ഞെട്ടിപ്പോവാ. സുധയ്ക്ക് നല്ല ദേഷ്യം വരികയാണേ. ശ്രീനി സാർ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഒന്ന് ഉപദേശിച്ചു നോക്കിക്കൂടെ? കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിർബന്ധിച്ചൂടെ എന്ന് വയ്ക്കുമ്പോ വേദ പറയും, അതിനാർക്കും സാധിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ സാർ ഇപ്പൊ എന്നെ പരിഹസിക്കുന്നത്. അയ്യോ പരിഹാസോ? ഞാനോ? നല്ല കാര്യായി. ഞാനങ്ങനെ ആരെയും ഇവിടെ കെട്ടിയിട്ടില്ല മോളെ. അത് ശരിയാവും. പക്ഷേ മനസ്സുകൊണ്ട് ഇവിടുത്തെ അടിമയാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരാളെ ഇവിടെ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ സർ? ഇവിടം വിട്ട് വിക്രം എങ്ങോട്ടും പോയില്ലെന്ന് ഉറപ്പിച്ച മട്ട. അതേന്ന് സുധയ്ക്കറിയാം. സുധയുടെ മനസ്സിൽ അത് കേൾക്കുമ്പോ ചിരി വരിക. ജീവൻ പോയാലും വിക്രം നിങ്ങളെ വിട്ട് വരില്ലെന്ന് ഉറപ്പാണ്. അതിന് മാത്രം എന്ത് മാജിക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് വിക്രത്തിന്റെ ജീവിതമാണ് ഇല്ലാതാവുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആരെന്തൊക്കെ പറഞ്ഞാലും ഇതേ തെറ്റ് ആവർത്തിക്കുന്നതാണ് വിക്രമിന്റെ വാശി. വിക്രം ചെയ്യുന്നത് എന്ത് തെറ്റാണെന്നാ നീ പറയുന്നത്? അതൂടെ വിശദീകരിക്കേ. വേദ പറയും, എന്ത് ശരിയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതല്ലേ സാർ എളുപ്പം?
നീതിയും നിയമവും കയ്യിലെടുക്കുന്നത് തെറ്റല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറുന്നത് തെറ്റല്ലേ? ഇത് കേൾക്കുമ്പോ ശ്രീനി സാർ ചിരിക്കണേ. വേദയ്ക്കും സാർ എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തെറ്റും ശരിയും ആപേക്ഷികമല്ലേ വേദ? വേദയുടെ അച്ഛൻ ജഡ്ജി ശങ്കർ നാരായണൻ ജീവിതത്തിൽ വിധിച്ച എല്ലാ നീതിയും സത്യസന്ധമായിട്ടായിരുന്നു എന്ന് ഉറപ്പുണ്ടോ? വേദ പറയും, ഉറപ്പുണ്ട്. സത്യത്തിന് നിരക്കാത്തതൊന്നും ശങ്കരനാരായണൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ശ്രീനി സാർ പറയും, എന്നാ ചെയ്യാത്ത കുറ്റത്തിന് 7 വർഷത്തേക്ക് നിന്റെ ഭർത്താവിനെ ആദ്യമായി തടവിൽ വിധിച്ചത് നിന്റെ അച്ഛനായിരുന്നു. നീതിമാനാണെന്ന് നീ പറയുന്ന മജിസ്ട്രേറ്റ് ശങ്കരനാരായണൻ. അപ്പോഴോ? അത് കേൾക്കുമ്പോ വേദയ്ക്ക് വല്ലാത്ത ഷോക്കാവാണ്. രാധയ്ക്ക് ദേഷ്യം വരും ആ കാര്യം ആലോചിക്കുമ്പോ തന്നെ. നിന്റെ അച്ഛനെ ഞാൻ കുറ്റം പറയുന്നില്ല, സാഹചര്യങ്ങൾ നിന്റെ അച്ഛനെതിരായിരുന്നു. അവൻ തന്നെ അത് കോടതിയിൽ ഏറ്റു പറയുകയും ചെയ്തു. എങ്കിലും ആ വിധി കുറ്റമറ്റതായിരുന്നു എന്ന് പറയാൻ കഴിയോ? വേദ പറയും, അതെനിക്ക് അറിയാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇന്നത്തെ വിഷയമാണ്. എന്റെ ഭർത്താവിനെ എനിക്കും എന്റെ കുടുംബത്തിനുമായിട്ട് മാത്രം വിട്ടുതരണം എന്നുള്ള അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീനി സാർ പറയും, വിക്രം പ്രായപൂർത്തിയ ഒരു പുരുഷനാണ്. അവനെ ഒരിക്കലും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ട് ആരുടെയെങ്കിലും പണം അവൻ അപഹരിച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് നീ കേട്ടിട്ടുണ്ടോ? എന്തിനെ സാധാരണക്കാരായ ഏതെങ്കിലും മനുഷ്യർ അവനെതിരെ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ? വേദ പറയും, റോബിൻഹുഡിനെയും കായംകുളം കൊച്ചിനെയും സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് വെച്ച് അവര് കള്ളന്മാരല്ലാതെ ആവുന്നില്ലല്ലോ സർ. ശ്രീനി സാർ പറയും, വിക്രത്തെ ഒരു മോഷ്ടമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കരുത്. ഇന്നേ വരെ അവനത് ചെയ്തിട്ടില്ല വേദ, അത് മറക്കരുത്. വേദ പറയും, ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിൽ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ മാത്രമാണ്, മോഷണം എന്നല്ല. ശ്രീനി സാർ പറയും, നിങ്ങൾ കാണുന്ന തെറ്റിനെ വലിയ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ തെറ്റെന്ന് വിധിക്കാനാകും? വേദ പറയും, വലിയ വേദനയുള്ള രോഗികൾക്കായി മർജുവാന മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് കരുതി അത്തരം ഗുണഭോക്താക്കൾ ഉണ്ടെന്ന് കരുതി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയിട്ടില്ലല്ലോ സർ. നമ്മളാരും അത് ചെയ്യാറുമില്ല. അത്രേ ഉള്ളൂ സാർ ഉപദേശിക്കുന്ന ഗുണഭോക്താക്കളുടെ കാര്യം. വിക്രമിന്റെ അച്ഛൻ അയാളെ കാണുന്നത് ഒരു റൗഡിയും തെമ്മാടിയും ഒക്കെ ആയിട്ടാ. റൗഡികളിൽ നല്ലവനായ റൗഡി ചീത്ത റൗഡി എന്നൊന്നും ഇല്ലല്ലോ സർ. ഭർത്താവിന് എന്താ ജോലിയെന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവ് നല്ലവനായ റൗഡിയാണെന്ന് പറയാൻ പറ്റുമോ? മകൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോ നല്ല രീതിയിൽ തെമ്മാടിത്തരം നടത്തുന്നു പറയണം വിക്രമിന്റെ അച്ഛൻ. സുധയാണ് അതിന് മറുപടി പറയുന്നത്. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ശ്രീനേട്ടനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതൊക്കെ കാര്യമാക്കിയിട്ടുണ്ടോ? വേദ പറയും, നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാകും. ഞാൻ പക്ഷേ അങ്ങനെയല്ല ചേച്ചി. ആരായാലും സ്വന്തം കഴിവും ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതായി എനിക്ക് ശരി. 4 പേരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയുന്നതായിരിക്കണം എന്റെ ഭർത്താവിന്റെ ജോലി. ആരും ബഹുമാനിച്ചിട്ടില്ലെങ്കിലും പുച്ഛത്തോടെ നോക്കുന്നതായിരിക്കരുത് മനുഷ്യരുടെ ജീവിതം. ഇതൊക്കെ കേൾക്കുന്ന രാധ വിചാരിക്കും, ഓ ഇവൾ ഇത്രയ്ക്കായോ, എങ്കിൽ പിന്നെ വിക്രമിനോട് ഇക്കാര്യം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് രാധയുടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് രാധ ഇക്കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ മസാലയൊക്കെ ചേർത്ത് വിക്രത്തോട് ചെന്ന് പറയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന വിക്രം ദേഷ്യത്തോടു കൂടെ അവിടുന്ന് പോവാൻ തുടങ്ങണേ. രാധയാണെങ്കിൽ നന്നായിട്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജോസഫൊക്കെ തടയുന്നുണ്ടെങ്കിലും മാറി നിൽക്ക് എന്ന് പറഞ്ഞ വണ്ടി എടുത്താണ് വിക്രം ദേഷ്യത്തിൽ പോകുന്നത്. ഇതേസമയം വേദ അവിടെ സാറ വീട്ടിൽ പോയി തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കിച്ചണിൽ കയറുമ്പോ അതിനെ നന്ദിനി വന്ന് തടയണേ. വേദ ഇവിടെ കുക്ക് ചെയ്യേണ്ടെന്നാ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സംസാരിച്ച് അവിടെ ഒരു പ്രശ്നം തുടങ്ങുമ്പോഴായിരിക്കും വിക്രം വന്ന് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോഴേക്ക് അച്ഛൻ വന്ന് ഇടപെടുമ്പോ ഇവൾ ഈ വീട്ടിലിനി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് കേൾക്കുമ്പോ അച്ഛനങ്ങ് ഞെട്ടിപ്പോവും. അത്രയും പറഞ്ഞ് വേദയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണേ. ഈ കൊണ്ടുപോകുന്നത് വേദയുടെ കഴുത്തിലെ താലി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗമൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.